ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല ചൂടോടെയുള്ള അപ്പവും ഗ്രീൻ പീസ് കറിയും കഴിച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി തുടങ്ങുന്നത് കേട്ടോ. ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ആണ്. വീട്ടിൽ ഫുള്ളായിട്ട് വൃത്തിയാക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഡെയിലി വ്ളോഗ് പോലെയൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വ്ളോഗ് എന്ന് വെച്ചാൽ എനിക്ക് ഉച്ച വരെ എടുക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സംഭവം ഭയങ്കരമായിട്ട് ഞാൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒതുക്കി പെറുക്കി വൃത്തിയാക്കാനൊക്കെ വെച്ചെങ്കിലും നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ട് അധിക നാളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് അത്രയ്ക്ക് ഭയങ്കര അലങ്കോലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കുറച്ച് മാറാലയൊക്കെ തട്ടാൻ വെച്ചു. മാറാല ഇടയ്ക്ക് തട്ടിക്കൊടുക്കുന്നത് കൊണ്ട് തന്നെ വലിയ മാറാലയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സൈസ് മഴക്കാലത്ത് കയറി വരുന്ന ഒരു പുഴു ഉണ്ടല്ലോ, ആ പുഴു ഉണ്ടായിരുന്നു കേട്ടോ. അതിനെയൊക്കെ തട്ടിക്കുടഞ്ഞ് ഏകദേശം കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷം താണ്ട് ബെഡും കാര്യങ്ങളും എല്ലാം കുടഞ്ഞ് വിരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പുഴു വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഇറിറ്റേഷനാണ്. അതുകൊണ്ട് തന്നെ വേഗം അതിനെയെല്ലാം ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാനിതാണ്ട് അടിച്ചു വരാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഈ സാധനങ്ങളെല്ലാം അടുത്ത് തിഴഞ്ഞ് കയറുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിയണം. അതുകൊണ്ട് തന്നെ ഓരോ സൈഡിൽ നിന്ന് അടിച്ചു വാരി മുക്കും മൂലയും ചേർത്ത് അടിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാനിതാണ്ട് സോഫയിലെ വിരിയും ബെഡിലെ വിരിയും കാര്യങ്ങളെല്ലാം മാറ്റിയാണ് കൊടുക്കുന്നത്. കാരണം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോയിട്ട് ബെഡ്ഷീറ്റ് വിരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നെങ്കിൽ മറന്നു പോകും, അല്ലെങ്കിൽ എനിക്ക് വയ്യാന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും. അതുകൊണ്ട് ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങ് ചെയ്താലേ ഞാൻ ഈ പണികളെല്ലാം ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ എന്താണ്ടേ ഹാളിൽ നിന്ന് അടിച്ചു വാരി റൂമിലേക്കാണ് നേരെ പോയിരിക്കുന്നത് കേട്ടോ. റൂമിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. കർട്ടനൊക്കെ ഒന്ന് മാറ്റി ജനലൊക്കെ നോക്കുമ്പോൾ ജനലിൽ നല്ലപോലെ അഴുക്കുണ്ടായിരുന്നു. അതും തുടയ്ക്കണമല്ലോ എന്നും വിചാരിച്ച് അതിൻ്റെ അടിച്ചൊക്കെ വാരി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വാഷ് ബേസിൻ്റെ മിററിലേക്ക് വെറുതെ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ പിന്നെ എന്താ, ആ മിററാണെങ്കിൽ നല്ലപോലെ അഴുക്കായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അതും നല്ലപോലെ ഒന്ന് സോപ്പിട്ടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വാഷ് ബേസിനും കൂടി കഴുകി കേട്ടോ. അതിന് ശേഷമാണ് ഞാനിതാ ജനൽ തുടയ്ക്കാൻ വേണ്ടി പോയത്. ജനൽ തുടച്ച് പകുതിയായപ്പോഴേക്ക് എനിക്ക് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് മമ്മി വന്നത്. എനിക്ക് വയ്യാന്നൊക്കെ പറയുമ്പോൾ മമ്മി താണ്ടേ പുറത്തുനിന്ന് ജനലൊക്കെ ഒന്ന് തുറച്ചിരുന്നു കേട്ടോ. ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എവിടെയെങ്കിലൊക്കെ പോയി ഇരിക്കണം. അല്ലാണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ റെസ്റ്റ് എടുത്താണ് ഞാൻ കുറച്ചൊക്കെ ജോലി ചെയ്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തുടയ്ക്കാനുള്ള പരിപാടിയിലായിട്ടായിരുന്നു. അങ്ങനെ തുടയും കാര്യങ്ങളൊക്കെ ഏകദേശം തീർത്ത് ഞാൻ സിറ്റ് ഔട്ടിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ പൂച്ചക്കുട്ടന്മാർ സിറ്റ് ഔട്ട് നല്ലപോലെ അലങ്കോലാക്കി ഇട്ടിരിക്കുന്നത് കണ്ടത്. ഫുള്ള് ഇന്നലെ എന്തായിരുന്നു അവിടെ ബഹളം അറിയത്തില്ല. ഫുള്ള് കാൽപ്പാടും ചെളിയും തന്നെയായിരുന്നു. അതൊന്ന് 2-3 വട്ടം തുടച്ചെടുത്തിട്ടാണ് ഒന്ന് ശരിയായത് കേട്ടോ. അതിനുശേഷം ഉച്ചത്തേക്കുള്ള ഫുഡിലേക്കൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. മമ്മി ഇതാണ്ട് മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. മീൻ നന്നാക്കിയതൊക്കെ മമ്മിയായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചത്തേക്ക് വൈകുന്നേരത്തേക്കൊക്കെ ഉള്ള ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം മമ്മിയായിരുന്നു അടുക്കളയിൽ നോക്കിയത്. ഞാൻ ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ മമ്മി ഫുള്ള് കുക്കിങ്ങിലായിരുന്നു കേട്ടോ. അങ്ങനെ വീടിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത്. ഇതാണ്ട് മിററും കാര്യങ്ങളൊക്കെ നല്ലപോലെ വൃത്തിയായിട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ റൂമിനെക്കാട്ടിയും ഇതാണ്ട് ഈ റൂമായിരുന്നു ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് സനുവിൻ്റെ റൂമാണ്. ഇതിലധികം സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. അവൻ വരുമ്പോൾ കിടക്കുന്നേ ഉള്ളൂ. അവൻ വല്ലപ്പോഴാണല്ലോ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആ റൂമിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കി കഴിഞ്ഞപ്പം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ.